പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുരുക്ക് മുറുകുകയാണ്. ഇന്ന് ഉച്ചയോടെയാണ് സംസ്ഥാനത്തെ ദൃശ്യമാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ തെളിവുകൾ പുറത്തുവിട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച യുവതിയുടെ പുതിയ ശബ്ദരേഖയാണ് പുറത്തുവിട്ടത്. അത് മാത്രമല്ല, ചാറ്റുകളുടെ സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടുണ്ട്. അതിൽ ഗർഭിണിയാകാൻ വേണ്ടി എം.എൽ.എ. ആണ് ആ യുവതി നിർബന്ധിക്കുന്നത്. ഗർഭനിരോധന നിരോധന തീരുമാനങ്ങളൊന്നും വേണ്ട എന്ന് വ്യക്തമായിട്ട് പറയുന്നതാണ് ആ സ്ക്രീൻഷോട്ടിനകത്ത് വ്യക്തമായി കാണാൻ നമുക്ക് സാധിക്കുന്നത്. അങ്ങനത്തെ ഗർഭിണിയാകണം എന്ന് എം.എൽ.എ. നിർബന്ധിക്കുന്ന പുതിയ ദൃശ്യങ്ങളും ഓഡിയോമാണ് പുറത്തു വന്നിട്ടുള്ളത്. അത് മാത്രമല്ല, ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങൾ കൂടിയുണ്ട്. അസഭ്യമായ വാക്കുകൾ എം.എൽ.എ. ഉപയോഗിക്കുന്നുണ്ട്. ആ ഓഡിയോ പ്രേക്ഷകരിൽ പലരും കേട്ട് കാണിക്കും. അതുകൊണ്ടാണ് അത് വീണ്ടും പ്ലേ ചെയ്യാത്തത്. അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഓഡിയോ ആണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് ഒഴിഞ്ഞു മാറുകയാണ് രാഹുൽ ചെയ്തത്. ആ ഓഡിയോക്കകത്തുള്ള ശബ്ദം രാഹുലിന്റെ തന്നെയാണോ എന്ന് ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ എം.എൽ.എയോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ മാങ്കൂട്ടം അതിന് വ്യക്തമായ ഒരു മറുപടി പറയുന്നില്ല. ഒളിഞ്ഞു മാറുകയാണ് അദ്ദേഹം ചെയ്തത്. ആ ശബ്ദം തൻ്റേതല്ലെന്നോ എം.എൽ.എ. പറഞ്ഞിട്ടില്ല എന്ന കാര്യം കൂടി ചേർത്ത് പറയേണ്ടതാണ്. ആ സമയത്താണ് ശക്തമായ സൈബർ ആക്രമണം ആ പെൺകുട്ടിക്കെതിരായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ കോൺഗ്രസ് അനുകൂലം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ചേർത്ത് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ആ പെൺകുട്ടി. അതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയന് യുവതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രാഹുലിനെ കുരുക്കിലാക്കുന്ന നിർണായക തെളിവുകളും യുവതി പരാതിക്കൊപ്പം മുഖ്യമന്ത്രിക്ക് നൽകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. പ്രധാനമായ കാര്യമാണ്, ലൈംഗിക ആരോപണ വിവാദത്തിൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എക്കെതിരെ യുവതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുമെന്നാണ് റിപ്പോർട്ട്. നേരിട്ടെത്തി മുഖ്യമന്ത്രിക്ക് തെളിവ് സഹിതം പരാതി നൽകാനാണ് യുവതിയുടെ തീരുമാനമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന രാഹുലിൻ്റെതെന്ന് പറയുന്ന ഓഡിയോ ക്ലിപ്പ് ഇത് പുറത്തു വന്നിരുന്നു. ലൈംഗിക ആക്രമണത്തിന് ഇരയായ യുവതിക്ക് നേരെ സാമൂഹ്യ മാധ്യമങ്ങളിലും അധിക്ഷേപവും ഭീഷണിയും തുടരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകണം യുവതിയുടെ തീരുമാനമെന്ന് അവരുടെ അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. രാഹുലിനെ കുരുക്കിലാക്കുന്ന നിർണായക തെളിവുകളും യുവതി പരാതിക്കൊപ്പം മുഖ്യമന്ത്രിക്ക് നൽകുമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ സുപ്രധാനമായ കാര്യമാണ്. ഇലക്ഷൻ ഇനി ആഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും കുരുക്കിലാക്കുന്ന പുതിയ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. കഴിഞ്ഞ ജൂലൈയിലാണ് ഈ സംഭവം ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നത്. ആദ്യമേ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ആയിരുന്നു, ഇടത് സൈബർ മേഖലയിലുള്ളവരുടെ പോസ്റ്റ് ആയിരുന്നു. ആ സമയത്ത് രാഹുലിന് അനുകൂലമായിട്ട് ഒരുപാട് വരുന്നത്. പക്ഷെ അതിനുശേഷം പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് ഓഗസ്റ്റ് മാസത്തിൽ റിപ്പോർട്ടർ TV ഓഡിയോ ശബ്ദരേഖ പുറത്തുവിട്ടവരുടെ കളി മാറുന്നത്. അതിനുശേഷം പിന്നെ രാഹുലിന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നു. അത് മാത്രമല്ല, കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. എം.എൽ.എ. സ്ഥാനം മാത്രമാണ് അതിന് കയ്യിൽ പോകാറുന്നത്. ഏകദേശം ഒരാഴ്ചയോളം വീട്ടിനകത്ത് ഒളിച്ചു താമസിക്കേണ്ട അവസ്ഥ കൂടി രാഹുൽ മാങ്കൂട്ടത്തിന് വന്നിരുന്നു. കോൺഗ്രസ്സുകാർ പരമാവധി ഒഴിവാക്കുകയായിരുന്നു. നിയമസഭയിൽ ഒരു ദിവസം വന്ന് ഷോ ഓഫ് കാണിച്ചെങ്കിലും വീട് ശേഷം ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് പിന്നെ പോകേണ്ടി വന്നു. അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു. അതിനുശേഷം പിന്നെ പാലക്കാട് ഫോക്കസ് ചെയ്തിരിക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ. അടുത്ത വരാനിരിക്കുന്ന തദ്ദേശ ഇലക്ഷനിൽ പാലക്കാട് കോൺഗ്രസിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വ്യക്തമായി ഇടപെടുന്നുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനിടയിലാണ് ഇപ്പോൾ പുതിയ ശബ്ദരേഖ പുറത്തു വന്നുള്ള. ശബ്ദരേഖക്കകത്ത് ഒരുപാട് പ്രശ്നങ്ങളാണുള്ളത്. മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവർ നിഷേധിച്ച പല കാര്യങ്ങളും, നിഷേധിച്ച പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തുനിന്ന് ഓടിക്കകത്ത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും രാഹുലിന് വിഴുങ്ങേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിൽ പ്രതിരോധത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടും കോൺഗ്രസും ഉള്ളത്. കോൺഗ്രസ് മൊത്തത്തിൽ ഈ പ്രശ്നത്തിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് സുപ്രധാനമായ ചോദ്യമാണ്. കാര്യം എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ ഒതുക്കാൻ ഒരുപാട് കോൺഗ്രസ്സുകാർക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ആഘോഷിക്കുന്ന, ഇതിനെ ആസ്വദിക്കുന്ന കുറച്ച് കോൺഗ്രസ്സുകാർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെ സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തലും സുപ്രധാനമായ ശബ്ദരേഖയുമാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ സംഭവത്തിൽ പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് ആ യുവതി. മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകാനാണ് ആ യുവതി തീരുമാനിച്ചെന്നാണ് ആ യുവതിയുമായി ചേർന്ന് നിൽക്കുന്ന അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മാസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് സമവായമായി എന്നാണ് കോൺഗ്രസ് അനുകൂല വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് എന്ത് സംഭവിച്ചെന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. എന്തൊക്കെയാലും രാഹുലിന്റെ കാര്യത്തിൽ തീരുമാനമായി എന്ന് എടുത്ത് തന്നെ പറയാം. എന്തായാലും 2026 നിയമസഭാ ഇലക്ഷനിൽ ഒരു സീറ്റ് കിട്ടാനുള്ള സാധ്യത എന്തായാലും രാഹുലിന് ഇല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.